ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെഫ് ആൻഡ് ജോ വ്ളോഗ്സ്. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് മെയ് 27. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് കേട്ടോ ഒന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് മഴയൊക്കെ കുറഞ്ഞ് ഒരു ശാന്തമായിട്ടുള്ളൊരു ക്ലൈമറ്റ്. ഇവിടെ ഏകദേശം ഒരു 5 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയും അതുകൂടാതെ തന്നെ നല്ല തണുപ്പുമാണ്, നല്ലൊരു ക്ലൈമറ്റാണ്. പക്ഷെ മഴയും കാറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പേടിയായിരുന്നു പുറത്തോട്ട് ഇറങ്ങാനായിട്ടൊക്കെ. അപ്പോൾ എനിവേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലവും മൺസൂണും ഒക്കെ തരുന്ന കുറച്ച് ഓർമ്മകൾ ആയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ മഴ കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തെ വീഡിയോ എടുക്കുന്നത്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല, അതുപോലത്തെ മഴയും കാറ്റുമായിരുന്നു. ശരിക്കും മഴ അടിപൊളിയാണ്, കാറ്റാണ് ശരിക്കും നമുക്ക് ഭയങ്കര പേടിയാക്കുന്നത്. കാരണം ഇത്രയും നാളായിട്ട് ഇവിടെ ഇതുപോലെ ഒരു കാറ്റോ കാര്യങ്ങളോ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് മഴ മുന്നറിയിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാറ്റിൻ്റെയും അലേർട്ടുണ്ട്. ആവശ്യമില്ലാതെ വെളിയിലോട്ടൊന്നും ഇറങ്ങരുതെന്ന് ന്യൂസ് ചാനലിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഫസ്റ്റ്, അതായത് മൺസൂണാണ്. നമ്മുടെ വീട് വെച്ചിപ്പോൾ ജസ്റ്റ് 6 months ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ മൺസൂൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാലം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് പുതിയ വീടുകളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ എന്താ പറയുന്നത് നാശനഷ്ടങ്ങളൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പം നമുക്ക് ഇവിടെ ഭയങ്കര കാറ്റും മഴയും കാരണം നമ്മുടെ ഓൾറെഡി ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് നമുക്കൊരു ഓട് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ കാറ്റായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതുവഴിയൊക്കെയാണ് ഉറവ വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും നമ്മുടെ പേൾ ഗ്രാസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പേൾ ഗ്രാസ് ഒക്കെ നല്ലപോലെ മഴ കിട്ടിയതുകൊണ്ട് നല്ലപോലെ തളിർത്ത് കയറി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം കട്ട് ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ ഒത്തിരി ഒന്നും മെക്സിക്കൻ ഗ്രാസ് പോലെ ഒരുപാട് കാട് പോലെ വളരുന്നില്ല, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കുറച്ച് വള്ളികൾ ഇങ്ങനെ നീണ്ട് വന്നിട്ടുണ്ട്, അത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് കണ്ടോ, നമ്മുടെ കലാട്ടിയ പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വലുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ പ്ലാന്റ്സ് ഇപ്പം വന്നിരിക്കുന്നതാണ് ഇത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആ ബാക്ക് സൈഡിലോട്ടും കലാട്ടിയ നമ്മുടെ ബാക്കി ചെടികളുടെ ഇടയ്ക്കൂടെ നടാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുഞ്ഞു കലാട്ടിയാസ് അതുവഴി നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്ക് സൈഡിൽ ഇങ്ങനെ വാള് വാർത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നന്നായിട്ട് ഉറവ വെള്ളം വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് കുഴപ്പമില്ല. ഈ കലാട്ടിയ പ്ലാന്റ്സ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ ഏരിയയിൽ വെച്ച് കഴിയുമ്പോൾ നല്ല രസമാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഇവിടെ നിന്നും ഫോട്ടോസ് എടുക്കാനായിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇത് നേരിട്ട് കാണാനും നല്ല അടിപൊളിയാണ്. അധികം മെയിൻ്റനൻസ് ഇല്ലാത്തൊരു പ്ലാന്റാണ്. പിന്നെ ഇത് നമ്മുടെ പീസ് ലില്ലിയൊക്കെ കണ്ടോ, നല്ല പച്ച നിറത്തിൽ നല്ലപോലെ ബുഷിയായിട്ട് നിൽക്കുവാണ്. പിന്നെ ഇഷ്ടംപോലെ പൂക്കളും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പീസ് ലില്ലിക്ക് നല്ല തണുപ്പും മഴയും അങ്ങനെ ഒരു ക്ലൈമറ്റാണ് ശരിക്കും നന്നായിട്ട് യോജിക്കുന്നത്. വെയിലുള്ളപ്പം കുറച്ച് മോശമായി തുടങ്ങിയായിരുന്നു. ഇതുണ്ട്, മഴമേഘങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മഴ കുറഞ്ഞപ്പോൾ ഒന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെളിയിലത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആകത്തില്ലല്ലോ. കാരണം വെളിയിലത്തെ ഭംഗിയും ആ പേൾ ഗ്രാസിൻ്റെ ഭംഗിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇത് കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു കയറി, അന്നേരം തന്നെ വീണ്ടും മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ ഏകദേശം 4 ദിവസമായി കേട്ടോ, കറണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. നമ്മൾ ഓൾറെഡി വീട് മറ്റേ സോളാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ പറയുന്നത് ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സോളാറിൽ നിന്നുള്ള പവർ വെച്ചിട്ടാണ് നമ്മളിപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് നമ്മൾ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല എത്ര ദിവസം ഇതുപോലെ മഴ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ ചാർജ് കാണുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമാവയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് രാത്രിയിലൊക്കെ ഫുള്ള് ലൈറ്റ് ഇടണം. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. എനിവേ നമുക്ക് നോക്കാം. പിന്നെ ഇതുണ്ട്, ഇതുപോലെ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സൗണ്ടാട്ടോ മഴയുടേത്. ഞാൻ ആദ്യത്തെ പാർട്ടിൽ മഴയുടെ സൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ മിസ് ചെയ്യുന്ന കാണുമായിരിക്കും. കാരണം നാട്ടിലെ മഴയും പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം ഈ ഒരു മൺസൂൺ സീസണിലാണ് നമുക്ക് കൂടുതലായിട്ടും ചക്കപ്പഴവും മാങ്ങാപ്പഴവും ഒക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. ഞാനും കുറേ ചക്കപ്പഴവും മാങ്ങാപ്പഴവും ഒക്കെ കഴിച്ചു, നല്ല രസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്ത് നമുക്കൊരു പ്രത്യേക ഒരു ഇനം മടിയും കൂടെ ഉണ്ടല്ലോ, വീട്ടിലിങ്ങനെ വെറുതെ ഒരു പണിയും ചെയ്യാതെ ചുരുണ്ടുകൂടി ഇരിക്കുക. പിന്നെ അതേപോലെ തന്നെ മഴയൊക്കെ കണ്ട് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വൈബാട്ടോ. ഇപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ഡെലിവറിയും കൂടെ കഴിഞ്ഞിട്ടിരിക്കുമായതുകൊണ്ട് കുറച്ചൊരു എക്സ്ട്രാ മടി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നല്ല രസമാണ് കുഞ്ഞു ബേബിനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്.
ഇപ്പം നിങ്ങൾ നാട്ടിലൊക്കെ ഉള്ളവർ, അതായത് പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ നാട്ടിൽ ഇപ്പോൾ വെക്കേഷനൊക്കെ വന്നിട്ടുള്ളവർക്കൊക്കെ ഈ മഴ അടിപൊളിയാണ്. പക്ഷേ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നമ്മുടെ ഇവിടെ അധികം നാശനഷ്ടങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ഡാമേജസ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഒത്തിരി ഇടങ്ങളിൽ മഴ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. മഴ കൂടിക്കഴിഞ്ഞാൽ വീടിനകത്തോട്ട് വെള്ളം കയറുന്നു. പിന്നെ അതേപോലെ തന്നെ കാറ്റ് കാരണം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ട് വീടിനൊക്കെ നാശങ്ങളൊക്കെ വരുന്നു. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള മഴ ആണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് ഞാൻ വെളിയിലോട്ട് വന്നതാണ്. പകുതി കട്ടൻ കാപ്പി ഞാൻ ഓൾറെഡി അകത്തിരുന്ന് കുടിച്ചു കഴിഞ്ഞു. കാരണം നമുക്ക് വീടിൻ്റെ എല്ലാ ഏരിയയിലും ഓൾമോസ്റ്റ് ഏരിയയും പുറം സൈഡുമായിട്ട്, അതായത് ഔട്ട് സൈഡ് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മഴയൊക്കെ കാണാനായിട്ടുള്ള രീതിയിൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു സമയം ഇങ്ങനെ മഴയൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ സ്കൂൾ ലൈഫൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ജൂൺ മാസമൊക്കെ തുടങ്ങാറാകുമ്പോഴത്തേക്കും അങ്ങ് നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങും. രാവിലെ നനഞ്ഞ് കുളിച്ച് സ്കൂളിലോട്ട് പോകുന്ന കാര്യം. പിന്നെ നമ്മൾ ബസ്സിനൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ എത്തുമ്പോൾ തന്നെ കറക്റ്റ് നമ്മൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും നല്ല പെരുമഴ പെയ്യുന്നത്. നനഞ്ഞ് കുളിച്ച് ആ ബസ് സ്റ്റോപ്പ് വരെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിന് പോകുമ്പം ഈ പറഞ്ഞ പോലെ കുടയും പിന്നെ നനഞ്ഞ അവസ്ഥയിൽ ബസ്സിലൊക്കെ കയറുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയം കുറേ പേർക്ക് ഇങ്ങനെ സ്കൂൾ ലൈഫൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അങ്ങനെയൊക്കെ തോന്നി. എനിക്ക് പക്ഷേ സ്കൂൾ തുറക്കുന്ന കറക്റ്റ് ഈ ഒരു മഴക്കാലത്തായതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയാണ് സ്കൂളിലൊക്കെ പോകാനായിട്ട്. ഇപ്പോൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടം. പലർക്കും ചിലർ പറയും അവർക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് വർക്ക് ചെയ്യുന്ന സമയമാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന സമയം തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പം നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സ്കൂളിൽ പോകുമ്പം അസൈൻമെൻറ്റ്സ്, പ്രോജക്റ്റ്, പിന്നെ എക്സാംസ്, ടെസ്റ്റ് പേപ്പേഴ്സ് ഇതെല്ലാം ആയിട്ട് നമ്മൾ വലയുന്നൊരു ടൈം പീരീഡാണ്. പക്ഷേ ഒത്തിരി നല്ല നല്ല മെമ്മറീസും ഉണ്ട്. ഇതൊക്കെയാണ് മഴക്കാലവും സ്കൂളുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയണേ. പ്രത്യേകിച്ച് നമ്മൾ ഈ CBSE സ്കൂളിലൊക്കെ ആണെങ്കിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ സോക്സും ഷൂ ഇട്ടിട്ട് പോകണം. മഴക്കാലത്താണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് സ്കൂളെത്തുമ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷൂവും സോക്സും ഒക്കെ നനഞ്ഞ് കുളിച്ച് അളിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്മെല്ലും അതും ഇതുമൊക്കെ. ഇത് കണ്ടോ, നമ്മുടെ ആ ഒരു സ്റ്റെയർ ഏരിയയിൽ നിന്നിട്ട് അവിടെ ഫുള്ള് ഗ്ലാസ്, നല്ല ഫുൾ ഹൈറ്റിൽ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പം മഴയും നമ്മുടെ കലാട്ടിയ പ്ലാന്റ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയാട്ടോ. അപ്പോൾ നിങ്ങൾ പുതിയ വീടൊക്കെ വെക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ മഴ സമയത്തൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെ ഇതേപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് കോർണർ തന്നെയാണ്. കാരണം ഈ ചെടിയും ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് താഴത്തെ ഫ്ലോറിലാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മൾ കയറുമ്പം ഇങ്ങനെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ചെടികളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല സന്തോഷമാണ്. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും നമുക്ക് വെളിയിലത്തെ ഏലച്ചെടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മേളിലൊക്കെ ഇങ്ങനെ മരമൊക്കെ ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു റൂം, നമ്മുടെ ആ ചെറിയ റൂം, ഇത് ആക്ച്വലി നല്ല രസമാണ് കേട്ടോ മഴ സമയത്ത് കാണാനായിട്ട്. ഞാൻ നിങ്ങൾക്കൊരു ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇതുണ്ട്, ഗ്ലാസ്സിലൊക്കെ നല്ല വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട്. പിന്നെ മേളിൽ നിന്നാണേലും നല്ല രസമാണ് കാണാനായിട്ട്. ഈ സമയത്ത് ഈ ഒരു റൂമിൽ കിടന്നുറങ്ങാൻ അടിപൊളിയാട്ടോ. മഴയൊക്കെ കണ്ടിങ്ങനെ കിടക്കാനായിട്ട് നല്ല രസമാണ്. മഴയൊന്ന് കുറയുവാണെങ്കിൽ ഞാൻ വെളിയിലോട്ട് ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിരിക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു റൂമിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ ടെറസ് ഉണ്ട്. ആ ഏരിയയിൽ ചെറുതായിട്ട് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് ഇലയൊക്കെ വന്ന് വീണിട്ട് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഹോള് അടഞ്ഞിരിക്കുമെന്ന് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് നോക്കണം. ഇതുണ്ട്, വെള്ളത്തുള്ളിയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഇങ്ങനെ വെള്ളത്തുള്ളിയൊക്കെ ഇരിക്കുന്ന കാണാൻ അടിപൊളിയാണ്. ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ നല്ല രസമാട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാനായിട്ടും സമയം പോകുന്ന ഒട്ടും അറിയത്തില്ല. ഈ വീട്ടിലോട്ട് വന്നേ പിന്നെ പെട്ടെന്നാണ് സമയം പോകുന്നത്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ എനിക്ക് ശരിക്കും നല്ലൊരു പേടിയുണ്ടായിരുന്നു. കാരണം ടെറസ്, വെള്ളം, പായൽ. ശരിക്കും പായലൊന്നും അധികമൊന്നും ഇല്ലായിരുന്നു. പുതിയ വീടല്ലേ, അപ്പം നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പായലൊക്കെ കെട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ മറിഞ്ഞടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വലിയ വിഷയമാകും.
അപ്പോൾ അതുകൊണ്ട് മഴ സമയത്തൊക്കെ നിങ്ങൾ ടെറസിലും മുറ്റത്തൂടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം പ്രത്യേകം നോക്കുക. പിന്നെ തെന്നി അടിച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതുണ്ടോ, വെള്ളമെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുവാണ് ഇവിടെ, അവിടെ എവിടെയോ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടോ, ആ ഓവിൻ്റെ അവിടെയായിട്ട് ഇല വന്ന് വീണിട്ട് കിടപ്പുണ്ട്. അതൊന്ന് ജസ്റ്റ് എടുത്ത് കളയാം. എൻ്റെ കൂട്ടത്തിൽ ഇവിടെ വരാൻ നേരം എൻ്റെ അമ്മയുണ്ടായിരുന്നു കേട്ടോ. അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മഴയത്തോടെ ഇറങ്ങി നടക്കരുത്, നിനക്ക് മഴ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനൂടെ പനി വരും. ഇപ്പം അങ്ങനെ കേട്ടോ, എല്ലാം കൊച്ചിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ കുട്ടികളെയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇനിയും കാര്യമില്ലല്ലോ, ബേബിയുടെ ഹെൽത്തോടെ നോക്കണമല്ലോ. ഇതുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് ഈ ഏലത്തോട്ടവും പിന്നെ ഈ മരങ്ങളും പ്രകൃതി രമണീയത അങ്ങ് ഒഴുകി നിൽക്കുവാണ്. പിന്നെ ഈ മൺസൂൺ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് എയർ കിട്ടും. കാരണം ഇതിനു മുമ്പ് വരെ, അതായത് ഈ ഒരു സമ്മർ സീസണിൽ നമ്മുടെ ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ വീട് കുറച്ച് വിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈവൻ നല്ല രീതിയിൽ പൊടി ഇങ്ങോട്ടേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ മഴയൊക്കെ പെയ്ത് ആ ഒരു മഴയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇത് നമ്മുടെ മേളിലിരുന്ന CC പ്ലാന്റ് ആട്ടോ. ഇതൊക്കെ ഈ ഒരു തണുപ്പ് സമയത്ത് അത്യാവശ്യം നന്നായിട്ട് നല്ലപോലെ ബുഷിയായിട്ടുണ്ട്. എനിക്ക് എത്ര അവിടെ നിന്ന് നോക്കിയിട്ടും അങ്ങ് മതിയാകുന്നില്ലായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു കോസി കോർണർ. ഇവിടെ ഇരുന്ന് നമുക്ക് പുസ്തകമൊക്കെ വായിക്കാനായിട്ടും പിന്നെ വെറുതെ വെളിയിലോട്ട് നോക്കിയിരിക്കാനും നല്ല രസമാണ്. കാരണം ആ വെളിയിലത്തെ പച്ചപ്പും ഹരിതാപവും കാണാം. പിന്നെ ഇവിടെ കുറേ ഇൻഡോർ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെടികളെയൊക്കെ കണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ. ഇനിയിപ്പോൾ എൻ്റെ ഓഫീസ് റൂം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ അധികം ഓഫീസ് റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നില്ല, റൂമിലൊക്കെ തന്നെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഓഫീസ് റൂമിലത്തെ ഗ്ലാസിൻ്റെ ഇവിടെ ഇതേപോലെ തന്നെ മഴത്തുള്ളികൾ വീണിട്ടുണ്ട്. ഒരു സൈഡ് ഇങ്ങനെ ഒരു ചെറിയ ഫോഗി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും പുറത്തോട്ടൊക്കെ നോക്കാനായിട്ട് നല്ല രസമാണ്. പിന്നെ മേളത്തെ റൂമാണ് ഈ റൂമിൽ ആക്ച്വലി പുറത്തോട്ടേക്ക് ബാൽക്കണി ഉണ്ട്. ഞാൻ ഹോം ടൂറൊക്കെ ചെയ്യാൻ നേരം അത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ തുറക്കുന്നില്ല. കാരണം അവിടെയൊക്കെ വെള്ളമായിട്ട് നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് മടിയാണ്. ഇത് പിന്നെ നമ്മുടെ റൂം, താഴത്തെ ഫ്ലോറിലത്തെ റൂമാണ്. ഇത് ആക്ച്വലി ഞാൻ ഉച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് മയങ്ങാൻ വേണ്ടി കിടന്നാണ്. അപ്പോൾ ആ സമയത്ത് വെറുതെ ഒന്ന് സൂം ചെയ്തെടുത്താണ്. വൈകുന്നേരം ആയപ്പോൾ കണ്ടോ, ശരിക്കും പറഞ്ഞ് ഇന്ന് 4th ഡേ ആട്ടോ. നമ്മുടെ ബാറ്ററിയുടെ ചാർജ് എപ്പം വേണമെങ്കിലും കഴിയും. അതുകൊണ്ട് തന്നെ കറണ്ട് എപ്പം ഫുള്ളായിട്ട് നിന്ന് പോകുന്ന ഒരു പിടുത്തവും ഇല്ല. ഈ ഒരു അവസ്ഥയാണ്. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരു ഒറ്റ വീട്ടിൽ പോലും ലൈറ്റും കാര്യങ്ങളും ഇല്ല. എല്ലായിടത്തെയും ബാറ്ററിയും കാര്യങ്ങളും ചാർജും ഒക്കെ കഴിയാറായി. കണ്ടോ, അത്രയും ദൂരത്താണ് നമ്മുടെ റോഡിൽ കൂടെയൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നത് ഭയങ്കര കുറവാണ് മഴയൊക്കെ ആയതുകൊണ്ട്. പിന്നെ അകത്ത് നമ്മൾ അധികം റൂമുകളിലൊന്നും ലൈറ്റ് ഇട്ടിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വെട്ടം ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുമല്ലോ. അതുകൊണ്ട് ഒറ്റയിടത്ത് മാത്രം ലൈറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. പിന്നെ മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഥവാ പോയി കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇങ്ങനെ വെറുതെ കറണ്ടൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ മറ്റേ സോളാറിൻ്റെ ഇതുള്ളത് കൊണ്ട് വെട്ടമുണ്ട്. പക്ഷെ നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കറണ്ട് പോകാൻ നോക്കിയിരിക്കും. കാരണം എന്നാൽ പിന്നെ കറണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പഠിക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് കുറേ മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മാങ്ങയാട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് മഴക്കാലത്ത്, അതായത് ഈ ഒരു മാങ്ങ സമയത്ത് നമ്മൾ പ്രത്യേകം വെക്കുന്ന ഒരു കറിയാണല്ലോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. ഇതെല്ലാ വീടുകളിലും മാമ്പഴ പുളിശ്ശേരി ഈ ഒരു സമയത്ത് കോമൺ ആയിരിക്കും. ഇത് ഞാൻ വെച്ച മാമ്പഴ പുളിശ്ശേരിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. ഇങ്ങനെ പുളിശ്ശേരി വെച്ച് കഴിക്കുന്നതും എനിക്കിഷ്ടമാണ്. വെറുതെ മാങ്ങ ഇങ്ങനെ കടിച്ച് വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല രസമാണ്. ഇതായിരുന്നു കേട്ടോ അന്നത്തെ ദിവസത്തെ എൻ്റെ ഉച്ചയൂണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയൊരു ചക്കയായിരുന്നു. ഇത് പക്ഷേ കട്ട് ചെയ്ത് എനിക്ക് കഴിക്കാനായിട്ടുള്ള പോർഷൻ മാത്രം എടുത്തിട്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മൺസൂണും പിന്നെ അതേപോലെ തന്നെ മഴക്കാലമൊക്കെ. ഫസ്റ്റ് മഴക്കാലം, ഇനി നമ്മുടെ മൺസൂണൊക്കെ കിടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളും ഈ ഒരു മൺസൂൺ സീസൺ നന്നായിട്ട് എൻജോയ് ചെയ്യുക, നല്ല മെമ്മറീസ് ഉണ്ടാക്കുക, മാങ്ങാപ്പഴമൊക്കെ കഴിക്കുക, ചക്കപ്പഴമൊക്കെ കഴിക്കുക. നമുക്ക് ഈ ഒരു സമയത്തൊക്കെ മാത്രമാണല്ലോ ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കുഞ്ഞുവാവ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.